ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്ന് ഞാൻ വന്നേക്കണം വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു, ഇന്നലെ BBC റിസൾട്ട് കണ്ടിട്ട് എനിക്കിഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം എനിക്കതിനകത്ത് ഒത്തിരി പോസിറ്റീവായിട്ടുള്ള റിസൾട്ടും വന്ന്, കുറച്ച് നെഗറ്റീവായിട്ടുള്ളത് എനിക്ക് ഇൻബോക്സായിട്ട് എനിക്ക് പറഞ്ഞേക്കാം. കമൻറ്റിൽ ചിലതൊക്കെ വന്നിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പം അതിനകത്തപ്പോൾ ചിലർ പറയുന്നുണ്ട് എനിക്ക് അസൂയയാണ്, എനിക്ക് കുശുമ്പാണ്, പെണ്ണാണ് പെണ്ണിൻ്റെ ശത്രു എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കെന്തിനാ ഈ അനുമോളെന്ന വ്യക്തിയുടെ ശത്രുത എന്തിനാ? ഒരു രീതിയിലും ഇല്ല. ഞാൻ ആദ്യമേ കണ്ടു, ഞാൻ ലൈവ് കണ്ട ആളാണ്. ഈ ലൈവ് കണ്ടെന്ന ആളെന്നുള്ള നിലയ്ക്കാണ് ഞാൻ സംസാരിച്ചേക്കണത്. അപ്പോൾ എല്ലാവരും എല്ലാവരും വിചാരിക്കുകയാണ് ലൈവ് എത്രയോ പേര് ഒരു റീല് ഞാൻ കണ്ടു ഇൻസ്റ്റയിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ലൈവ് കണ്ടവർക്കറിയാം, അതായത് അനുമോള് നമ്മുടെ ഷിയാസിക്കയുടെ കൂടെ നിന്നിട്ട് പറയണതാണ്. ആ ലൈവ് കണ്ടവർക്കറിയാം ഞാൻ കളിച്ചത് എങ്ങനെയാണ്. 1 മണിക്കൂറത്തെ എപ്പിസോഡിലൊന്നും കാണാൻ പറ്റത്തില്ല. അങ്ങനെ ലൈവ് കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. ആ ലൈവിൽ കൂടെയാണ് ഞാൻ പറയണത്, വേറെ ഒന്നും കൊണ്ടല്ല. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഇന്നത്തെ നമ്മുടെ അനുമോളുടെ ഇൻ്റർവ്യൂ, അതായത് നമ്മുടെ അഞ്ജന നമ്പ്യാരുമായിട്ട് അഞ്ജലി സംതിങ്, അപ്പോൾ അവരുടെ ഇൻ്റർവ്യൂവിൽ ഉണ്ട്. അപ്പോൾ അതിനകത്ത് പറയുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ എനിക്കത് കാണാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷേ നമ്മൾ ഈ ബൈറ്റ് നമ്മൾ കാണുമല്ലോ, അപ്പോൾ അങ്ങനെ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ കണ്ടതിൽ നിന്നും നമുക്ക് കുറച്ച് കാര്യങ്ങൾ കണ്ടപ്പോഴത്തേക്കും പിന്നെ അങ്ങനെ ഇരുന്ന് കുറച്ച് മുഴുവൻ കണ്ടില്ല, കുറച്ച് കണ്ട്. അപ്പോൾ എന്നിട്ട് അനുമോള് പറഞ്ഞു ഞാൻ ആരുടെയും പേഴ്സണൽ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ആരെയും അങ്ങോട്ട് ദ്രോഹം പറഞ്ഞിട്ടില്ല. ഞാൻ മുഴുവനായിട്ട് സത്യം പറഞ്ഞാൽ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അനുവിനെ അങ്ങ് വെള്ളപൂശാൻ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിനകത്ത് ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് എന്തിനാ എനിക്ക് അസൂയയും കുശുമ്പൊക്കെ ആണെന്നൊക്കെ പറയുന്നത്. അങ്ങനെയുള്ളവരോട് ഞാൻ പറയുകയാണ്, എനിക്ക് അനുമോളെന്ന വ്യക്തിയെ ഞാൻ നേരിട്ട് കണ്ടിട്ടുമില്ല, അനുമോളുടെ പ്രോഗ്രാംസും കണ്ടിട്ടില്ല, ഒന്നും. ഞാൻ അനുമോളെ അറിയുന്നത് ഈ ബിഗ് ബോസ് എന്ന പരിപാടിയിൽ കൂടി മാത്രമാണ്. ഞാൻ അല്ലാതെ അനുമോൾ ഒരു ആക്ടറാണ് എന്നുള്ള കാര്യം, ഒരു ആക്ട്രസ് ആണെന്നുള്ള കാര്യമൊക്കെ അറിയാം. പക്ഷെ അതല്ലാതെ എനിക്ക് അനുമോളായിട്ട് എനിക്ക് വേറെ ഒരു ഫാനോ അല്ലെങ്കിൽ ഞാൻ ഇത് കണ്ടിട്ടാണ്. ഞാനിപ്പോൾ ആദ്യം മുതൽ ഞാൻ ലൈവും കൂടി, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഞാൻ ലൈവും കൂടി കണ്ടേക്കുന്ന ഒരു വ്യക്തിയാണ്. ആ നിലക്കാണ് ഞാനീ പറയണത്. ഫസ്റ്റ് ആയിരുന്നു നമ്മുടെ അനുമോള് വന്ന് എല്ലാവരോടും ചിരിച്ച് കളിച്ചൊക്കെ വന്നു, എപ്പിസോഡ്സിലൊക്കെ ലൈവിലൊക്കെ വന്ന് ചിരിച്ച് കളിച്ചൊക്കെ വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പറഞ്ഞ് ജിസയിലും ആര്യനായിട്ടുള്ള അത് ഈ സംഭവം നമ്മുടെ ലൈവിൽ കാണിക്കുന്ന 1 മണിക്കാണ് കാണിക്കുന്നത്. അപ്പം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ലൈവ് അത്. അപ്പോൾ ആ ലൈവിൽ കാണിക്കുന്നുണ്ട്, എനിക്ക് തോന്നുന്നു അനുമോളുടെ പ്ലാച്ചിനെ കാണാതെ പോയതാണ് ഇഷ്യൂ എന്ന്. പ്ലാച്ചിയല്ല, അനുമോളുടെ എന്തായിരുന്നു മറ്റേ ബാത്തിങ് കിറ്റ് ഉണ്ടല്ലോ, ആ കിറ്റ് കാണാതെ പോയിട്ട് അത് അന്വേഷിച്ച് നടക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ ആദ്യം തന്നെ അനുമോള് പറഞ്ഞു പ്ലാച്ചിയല്ല, നമ്മുടെ എന്തായിരുന്നു ബാത്തിങ് കിറ്റ് കാണുന്നതിൻ്റെ ഇടയ്ക്ക് അന്വേഷിച്ച് നടന്നപ്പോഴാണ് ഇവർ തമ്മിൽ കിസ് ചെയ്യുന്നത് കണ്ടെന്നും ഇവർ തമ്മിൽ വേറെ എന്തോ പുതപ്പിനിടയിൽ വേറെ എന്തോ ആയിരുന്നെന്നും അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ അപ്പോൾ അത് ഒരാളുടെ പേഴ്സണൽ കാര്യത്തിൽ കയറി ഇടപെട്ടതല്ലേ? അത് പേഴ്സണലായിരിക്കുമല്ലോ, വേറെ വല്ല കാര്യങ്ങളായിരിക്കും. പിന്നെ 2 അപ്പാനിയുടെയും പിന്നെ അപ്പാനി ശരത്തിൻ്റെയും ബിൻസിയുടെയും കൈ ഒന്ന് കൂട്ടിപ്പിടിച്ചെന്ന് പറഞ്ഞാൽ എന്താ ബന്ധം ഇരിക്കണം? അവർ തമ്മിൽ ഒരുമിച്ചൊന്ന് കൈ കൂട്ടിപ്പിടിച്ചെന്നുണ്ട്, അതിനകത്ത് എന്താ ക്ലീവേജ് കാണിച്ചെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ നിന്നെന്ന് പറഞ്ഞിട്ട് എന്താ? അപ്പം അനുമോള് ലാസ്റ്റ് സീനിൽ നമ്മുടെ അനീഷിനോട് സംസാരിക്കുന്ന സമയത്ത് അനുമോൾ ഇങ്ങനെ ക്ലീവേജ് കാണിച്ചെന്ന് ഇരിക്കുന്നുണ്ടല്ലോ, അതൊന്നും ഒരു പ്രശ്നമല്ല അനുമോളിന്, അതൊന്നും ഒരു പ്രശ്നമല്ല അല്ലേ അനുമോളിന്. പിന്നെ അതുപോലെ തന്നെ അനുമോള് ഇച്ഛായ ലവ് സിഗ്നൽ കാണിക്കൽ, ഹാർട്ട് കാണിക്കൽ, എന്തൊക്കെ പ്രവർത്തനങ്ങൾ, അതൊക്കെ ഒരു ഡ്രാമാറ്റിക് ആണല്ലേ. അതൊന്നും ഒരാളെ എന്താ, അതൊക്കെ ഒരു സത്യം പറഞ്ഞാൽ അനു പറയുന്നുണ്ട് ഇൻ്റർവ്യൂവിൽ എൻ്റർടൈൻമെൻ്റ് ആണ് ചെയ്തേക്കണേന്ന്. അപ്പോൾ അതൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കാം. പോട്ടെ. പിന്നെന്തായിരുന്നു, പിന്നെ അതുപോലെ തന്നെ അക്ബറിൻ്റെ ഒരു ഗെയിമിനകത്ത് അക്ബർ എന്താ മേത്തോട്ട് ചാരി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ബസ്സിൽ കയറിയതുപോലെ ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നു. അത് ലാലേട്ടനൊക്കെ ചോദ്യം ചെയ്തതാണ്. അപ്പോൾ എനിക്ക് അതായത് അക്ബർ മേത്തോട്ട് കയറി അങ്ങനെ ചെയ്തു അതായത് മേത്തോട്ട് ഒട്ടുന്ന രീതിയിലൊക്കെ എനിക്കൊരു ബസ്സിൽ കയറുന്ന ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നു. അതൊന്നും ഒരാളെ കുറിച്ചിട്ട് മോശമായിട്ട് പറയുന്നതല്ല അല്ലേ. അതൊക്കെ നല്ല വർത്തമാനമാണ് ആ പറയുന്നതൊക്കെ. ഒരു ഗെയിമിനകത്ത്, ഈ സ്റ്റാർ മാജിക്കിനകത്ത് അനുമോള് അവിടെയുള്ള ആൾക്കാരുടെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയേക്കണത്? ഗെയിമാണത്. ആ ഗെയിമിനകത്ത് അനുമോളുടെ മേത്ത് കയറിയാൽ അനുമോളെ ചാടിക്കുന്നു, അനുമോളെ പൊക്കിയെടുക്കുന്നു, അതൊന്നും അനുമോളൊരു പ്രശ്നമില്ല. ആ ഒരു
ഒരു പാവക്കുട്ടിയുടെ ആ ഗെയിമിനകത്ത് കയറി അനുമോളുടെ ദേഹത്തോട്ട് വീണത് അനുമോൾ ഇത്ര വലിയ പ്രശ്നമായിട്ടിരിക്കണത്. പിന്നെ അടുത്തതെന്ന് പറയാൻ നേരത്ത് നമ്മുടെ അക്ബറിനെ കുറിച്ച് അക്ബർ കുളിക്കില്ല, നനയ്ക്കില്ല, ഭയങ്കര മണം, അതും ഒരു പേഴ്സണൽ കാര്യമല്ല, അതൊന്നും ഒരു പേഴ്സണൽ കാര്യം. അതൊക്കെ നല്ല സ്വഭാവത്തിൽ ഉടമയായ അനുമോളുടെ ക്വാളിറ്റിയാണ്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള കണ്ടൻറ്റാണ് അനുമോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അല്ലേ. നമ്മൾ എന്നും ഈ വിന്നറിനെ ഓർക്കും. കാരണം ഇതുവരെ നിന്നതിൽ നമുക്ക് ഒട്ടും അർഹതയില്ലാത്ത വിന്നർ ഉണ്ടെങ്കിൽ അത് ഇദ്ദേഹം അല്ല, ഇവർ മാത്രമാണ്. അതുപോലെ തന്നെ നെവിൻ്റെ സെക്ഷുവാലിറ്റിയെ കുറിച്ച് പറഞ്ഞു, അതും ഒരു പേഴ്സണൽ ഇഷ്യൂ അല്ല. അതും എന്ന് വെച്ചാൽ ഒരാളുടെ പേഴ്സണൽ കാര്യത്തിൽ അനുമോൾ ഇടപെട്ടിട്ടേ ഇല്ല അല്ലേ. അതുപോലെ എന്താണ് ഡിവോഴ്സ് നമ്മുടെ അനീഷ് ഡിവോഴ്സ് ആയതിനെ കുറിച്ചിട്ടും അതിനെക്കുറിച്ചൊരു ടോക്ക് സംസാരിച്ച് അതൊന്നും ആരുടെയും പേഴ്സണലായിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളും അനുമോൾ പറയുന്നുണ്ട്. ഞാൻ ആരുടെയും പേഴ്സണലൊന്നും കയറി ഇടപെട്ടിട്ടില്ല, അതിനകത്ത് എന്തോരം കാര്യങ്ങൾ, അതുപോലെ എത്രയോ കാര്യങ്ങൾ, അതുപോലെ ഒന്ന് ഫോട്ടോ കത്തിച്ചെന്ന് പറഞ്ഞാൽ അനുമോൾ അവിടെ എന്താ കാട്ടിക്കൂട്ടിയതെന്ന്. എൻ്റെ ഫോട്ടോ ഇതുവരെ എന്ന് വെച്ചാൽ അവിടെ എല്ലാവരും പോയിട്ട് ഇങ്ങനെ കത്തിച്ച് കളിക്കുകയാണ്. അതേപോലെ തന്നെ ഒനീൽ ബ്രോയുടെ ഫോട്ടോ കത്തിച്ചായിരുന്നു. ഒനീൽ ബ്രോയ്ക്ക് ആ റിയാക്ഷനൊന്നും ഉണ്ടായില്ല. ഈ 30 വയസ്സല്ലേ ഉള്ളൂ. അതുപോലെ തന്നെ അനീഷ് ഒന്ന് പ്രപ്പോസ് ചെയ്തപ്പോൾ പറയുന്നുണ്ട് എന്ത് പ്രായമുള്ള മനുഷ്യനാണ്, അത്രയും പ്രായമുള്ള മനുഷ്യനെ ഞാൻ എങ്ങനെ വിവാഹം കഴിക്കും. അതൊക്കെ ഓരോരുത്തർ പേഴ്സണൽ കാര്യങ്ങളാണ്. പക്ഷെ എന്തായാലും അനുമോൾ പറയണേ എന്ത് പ്രായമാണ്, അനുമോളിന് എന്താണ് 10-18 വയസ്സാണോ? അല്ലല്ലോ, അനുമോളിന് 18 വയസ്സൊന്നും അല്ലല്ലോ. ഇത്രയും പ്രായം എന്ന് പറയാനായിട്ട് പിന്നെ എന്തിനാ അങ്ങനെയാണ് ഇത്രയും പ്രായമുള്ള മനുഷ്യൻ്റെ പുറകെ ലവ് ചിഹ്നവും ഹാർട്ടും ഇച്ഛായാന്നും ചേട്ടൻ്റെ ആരോഗ്യം നോക്കേണ്ടത് എൻ്റെ കടമയാണെന്നും പറഞ്ഞ് പുറകെ നടന്നത് എന്തിനാ അനുമോൾ? അതൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ്. ഒരു മനുഷ്യൻ്റെ എന്താണ് അത്രയും നല്ലൊരു മനുഷ്യൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കയറി. കാരണം അദ്ദേഹം ഒരു ജെന്യുവനായിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഇമോഷണലിയാണ് വലിച്ചെടുത്ത് അതൊരു പ്രേമത്തിൻ്റെ ഒരു ഇതിലോട്ടാക്കിയത്. ഫസ്റ്റ് മുതലേ ഒരു ലവ് ട്രാക്ക് പിടിക്കാൻ നടന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ശൈത്യയുടെ കാര്യം, ശൈത്യ അത് നല്ല വിശ്വസ്തയായിട്ട് തന്നെ നിന്നതായിരുന്നു. ശൈത്യനെ ഒരു കാലം അത്രയും വല്ല ബെസ്റ്റ് ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് ശൈത്യനെ കട്ടപ്പ എന്ന് വിളിക്കുകയും ചെയ്തു. എന്തൊക്കെ ഡ്രാമ അതിനകത്ത് കാണിച്ചേക്കണത്. ഈ ഡ്രാമയൊക്കെ വന്ന് ഇവർ ചോദ്യം ചെയ്തു. ഇവർ ചോദ്യം ചെയ്തു. അതാ ഇപ്പം ഇവൻ എത്ര നമ്മളൊരു ഫ്രണ്ട്സായിട്ട് ഉടക്കുണ്ടായാലും നമ്മളത് നമ്മുടെ 2-3 ദിവസമൊക്കെ അതിനകത്ത് നിൽക്കുക. നമ്മളെന്തായാലും മനുഷ്യന്മാരാണ്, നമ്മളിത് ചോദിക്കാതിരിക്കത്തില്ല. ബിഗ് ബോസ് മറിച്ച് ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും അതിനകത്ത് എത്തുന്നത്. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഞാനാണെങ്കിലും ശ്രദ്ധിച്ചത്. കാരണം അക്ബറിനെ അത്രയും പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട്. ഇവള് നമ്മുടെ അനുമോള് ഓരോന്നും പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആദില വന്ന് പറഞ്ഞിട്ട് ആദിലയും പുറത്തുള്ള നമ്മുടെ അപ്പാനെയൊക്കെ വന്ന് അക്ബറിനോട് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അന്നേരം നമ്മുടെ ബിഗ് ബോസ് പറയുന്നുണ്ട് പുറത്തുള്ള കാര്യം ആരും പറയരുതെന്ന് പറയുന്നത്. പക്ഷെ അനുമോളോട് ഈ കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളവരെ ഒന്ന് സംസാരിക്കുമ്പോൾ എന്തുകൊണ്ട് ബിഗ് ബോസ് പറയുന്നില്ല? എനിക്ക് എൻ്റെ ഒരു ചോദ്യം. അപ്പോൾ ഇതിപ്പോൾ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഇതായിരിക്കും അല്ലേ? അനുമോൾ ജയിക്കണമെന്ന് നേരത്തെ കല്ലിക്കൂട്ടിയതാണോ? അത് ആ ഫെയിം ഉള്ളതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു മനസ്സിലുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞത്. തന്നെ ഈ അക്ബറിനെ കുറിച്ച് പറഞ്ഞാൽ അക്ബറിന് ഭയങ്കര പൊന്ത കൈയാണ്, വലിയ ശരീരമാണ്. അങ്ങനെയൊക്കെ ഒരാളുടെ ബോഡീനെയൊക്കെ എന്തിനാ അങ്ങനെയൊക്കെ പറയണത്? എന്തിനാ അത് ആ ഒരാളുടെ ബോഡി ലാംഗ്വേജിനെയൊക്കെ അങ്ങനെയൊക്കെ അതൊക്കെ ഒരു വിന്നറിൻ്റെ ക്വാളിറ്റിയാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊക്കെ ഒരു വിന്നറിൻ്റെ ക്വാളിറ്റി. എന്ത് ക്വാളിറ്റി അതൊക്കെയാണോ ക്വാളിറ്റി എന്ന് പറയണത്? അതൊക്കെ എനിക്കിപ്പോൾ അതുപോലെ തന്നെ ലാലേട്ടൻ വന്ന് പറയുന്നുണ്ട് പ്രേക്ഷക വിധിപ്രകാരമാണെന്ന്. ഒരിക്കലും ഇത് പ്രേക്ഷക വിധിപ്രകാരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും പറയരുത്. പ്രേക്ഷക വിധിപ്രകാരമല്ല. ഈ കാരണം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ കണ്ടന്റ് നൽകുന്ന ആൾക്കാരെ എങ്ങനെ പ്രേക്ഷകർ സ്നേഹിക്കണത് എനിക്കത് മനസ്സിലാവുന്നില്ല തന്നെ. അതുപോലെ തന്നെ അനുമോള് വന്നിട്ട് എല്ലാവരും നിൻ്റെ ശാപവാക്കുകൾ പറയുന്നു. നിൻ്റെ ഭാര്യ നിൻ്റെ കല്യാണം നടക്കൂല, നിൻ്റെ ഭാര്യ വേറെ, അങ്ങനെ സംതിങ് ഭാര്യയായിട്ടുള്ള ബന്ധം പിരിഞ്ഞു പോകും എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ അനുമോള് പറയുന്നുണ്ട്. പിന്നെ PR വർക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. ആദ്യം അനുമോള് പറയുന്നത് 15 ലക്ഷത്തോളം ആണ് ചോദിച്ചതെന്ന് പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അനുമോള് പറയുന്നുണ്ട് ഇന്ന് കണ്ട ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് 50,000 കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നുണ്ട് എന്താ എൻ്റെ കയ്യിൽ ഞാൻ PR വിളിച്ച് ചോദിച്ചപ്പോഴത്തേനും
എൻ്റെ കഥകൾ കേട്ടിട്ടാണ് അവർ എൻ്റെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് കേട്ടിട്ടാണ് എന്നോട് അവർ പറഞ്ഞു എനിക്ക് എന്താണ് ഞങ്ങൾ ഇങ്ങനെയാണ് അനുമോളെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങൾ അനുമോളെ സപ്പോർട്ട് ചെയ്യാം, അങ്ങനെയൊക്കെ രീതിയിലാണ് PR വർക്ക് ഏറ്റെടുത്തതെന്ന് പറയണത്. അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് അങ്ങനെ അതിന് മുന്നേ ഈ വിനു എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ അനുമോളിനെ അറിയത്തില്ല, അനുമോൾ ആദ്യമായിട്ടാണ് പരിചയപ്പെടുന്നത്. അത് അങ്ങോട്ട് വിളിച്ച് അനുമോൾ എനിക്ക് വേറെ ആരും ഇല്ലെന്നൊക്കെ വിളിച്ച് അനുമോൾ അങ്ങോട്ട് വിളിച്ചാണ് ആദ്യമായിട്ടാണ് പരിചയപ്പെടുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സെറ്റപ്പിൽ വിനു പറയുന്നുണ്ട് അനുമോളെ കുറേ നാളായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇതിലാണ് ഞങ്ങൾ അനുവിന് ഇത് ചെയ്യണം, PR വർക്ക്, PR അല്ല ORM അങ്ങനെ സംതിങ് എന്തോ അത് പ്രൊമോട്ട് ചെയ്യുന്നുള്ള രീതിയിലും സംസാരിക്കുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇന്ന് പറയുന്നുണ്ട്, ഇന്നൊരു റീൽ കണ്ടത് തന്നെ 11,000 സംതിങ് എങ്ങാണ്ടുമാണ് അനുമോൾ എനിക്ക് ഇട്ട് തന്നേക്കണത്, അനു കള്ളത്തരം പറയണേണെന്ന്. പിന്നെ അതുകൂടാതെ വിനു ആണെങ്കിൽ വേറെ പറയുന്നുണ്ട്, അനുമോൾ കൊടുത്ത കണ്ടന്റ് പ്രകാരം അനുമോൾ പെട്ടെന്ന് തന്നെ ഔട്ടായിപ്പോൾ ആ പെണ്ണിൻ്റെ 10 കൊല്ലത്തോളം അതിനകത്ത് നിന്ന് വന്നിരിക്കുന്ന ചീത്തപ്പേരും കേട്ടോട് ജീവിക്കേണ്ടി വരുമെന്ന്. ഇതൊക്കെ അനുമോളല്ല വിനു പറയുന്നുണ്ട്. അപ്പോൾ ഇന്നാണെങ്കിൽ നമ്മുടെ അനു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഞാൻ നല്ല കണ്ടൻറ്റ് കൊടുത്തിട്ടാണ് എനിക്ക് നല്ല എൻ്റെ കണ്ടൻറ്റ് കൊണ്ടല്ലേ എന്ന് വെച്ചാൽ ഞാൻ നല്ലതായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടാണ് എനിക്ക് എത്രയും വോട്ട് കിട്ടിയെന്നുള്ള രീതിയിലും സംസാരിക്കുന്നുണ്ട്. അനു വർക്കൗട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടുള്ളതാണെന്ന് അറിയത്തില്ല, എന്താണെങ്കിലും ഇതൊക്കെയാണ് നമ്മുടെ അനുമോളുടെ ക്വാളിറ്റി. അപ്പോൾ ഈ ക്വാളിറ്റി കൊണ്ടാണോ നമ്മൾ അനുമോളിനെ സപ്പോർട്ട് ചെയ്യേണ്ടത്? ഇതിലേത് ക്വാളിറ്റി? അതിനകത്ത് എന്തെങ്കിലും എന്ന് പറയാം, അനുമോൾ ചെയ്ത നല്ലൊരു കാര്യത്തിനെ കുറിച്ച് പറയാം. എന്താ രാത്രി പോയിട്ട് അവിടെ അന്ന് വഴക്കുണ്ടായ സമയത്ത് രാത്രി പോയി പാത്രം കഴുകിയതാണ് ഇത്ര വലിയ സംഭവമായിട്ട് എല്ലാവരും എടുത്ത് തലപൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത്. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. തലയ്ക്ക് ബോധമുള്ള എല്ലാവർക്കും അതൊക്കെ ക്യാമറയിൽ, കാരണം അനുമോൾ അത് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടി കാണിക്കുന്നുള്ളൊരു പെർഫോമൻസ് ആണ് എന്നുള്ള കാര്യം നമുക്കത് മനസ്സിലാക്കുന്നുള്ളൂ. വേറെ എന്ത് പ്രവൃത്തി ചെയ്തേക്കണം? ആകെ കൂടി എന്ന് പറയുന്നത് ലാസ്റ്റ് ടൈമിൽ കിടന്ന് കാണിച്ചില്ല. അതാണ് അനുമോളുടെ റിയൽ അനുമോൾ. ഈ ശാപവാക്കുകളും ഈ കുത്തിത്തിരിപ്പുണ്ടാക്കലും ഈ മറ്റുള്ളവരുടെ ബോഡി ലാംഗ്വേജിനെ കളിയാക്കലും ഈ ഉണ്ടാക്കിപ്പറിച്ചിലും അവിഹിതമുണ്ടാക്കലും, ഇങ്ങനെ ഒരു ക്വാളിറ്റി, ഇതാണ് ബിഗ് ബോസ് വിന്നറിൻ്റെ ക്വാളിറ്റി. എനിക്ക് നിങ്ങളൊന്ന് പറഞ്ഞു, ഇതാണ് ബിഗ് ബോസ് വിന്നർ എന്ന പറയുന്ന ആളുടെ ക്വാളിറ്റി. എനിക്ക് ഇതിനകത്ത് ഈ പറയുന്ന അനുമോളുടെ ക്വാളിറ്റിയും കൊണ്ടിട്ടാണോ എനിക്ക് അനുമോളോട് അസൂയ തോന്നുന്നത്? ഇതിലാണോ എനിക്ക് അനുമോളോട് കുശുമ്പ് തോന്നുന്നത്? ഇതിനകത്ത് ഇത്രയും ക്യാരക്ടർ വെച്ചിട്ട് എനിക്ക് എന്തിനാ അനുമോളോട് കുശുമ്പ് എനിക്ക് എന്തിനാ തോന്നുന്നത്? അതൊന്ന് പറ. അതുപോലെ തന്നെ പറയുന്നുണ്ട് ഫുഡ് വെക്കാൻ അറിയില്ലെന്ന്. എത്ര ഇൻ്റർവ്യൂസ് കണ്ട് എനിക്ക് നന്നായിട്ട് ഫുഡ് വയ്ക്കാൻ അറിയാം, എനിക്ക് ചിക്കൻ ബിരിയാണി വെക്കാൻ അറിയാം, എനിക്ക് പൊറോട്ട അടിക്കാൻ അറിയാം, എനിക്ക് എല്ലാ ഫുഡും ഉണ്ടാക്കാൻ അറിയാം, ഞാൻ എല്ലാവർക്കും ഫുഡ് ഉണ്ടാകും. ഇതിനകത്ത് വന്നിട്ട് പറയണത് എന്താ? എനിക്ക് ഫുഡ് വെക്കാനേ അറിയത്തില്ല, ഞാൻ വീട്ടിൽ അടുക്കള പോലും കയറാത്തില്ല, എന്നെ അവർ കേട്ടത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ എന്തൊക്കെ കള്ളത്തരങ്ങളാണ് പറയുക. അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഇന്ന് നമ്മുടെ അഞ്ജന നമ്പ്യാരായിട്ട് കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല, ഞാൻ ജെന്യുവനായിട്ട് ജീവിക്കുക ചെയ്തേക്കണം എന്ന് നമ്മുടെ അനുമോൾ ഇതിനകത്ത് പറഞ്ഞേക്കണം. ജെന്യുവനായിട്ട് ജീവിക്കുക, ഇങ്ങനത്തെ ജീവിതത്തിൽ ഈ ക്വാളിറ്റിയൊക്കെ വെച്ചിട്ടാണോ ജീവിക്കണത്? ഈ ക്വാളിറ്റി ഇതാണോ ബിഗ് ബോസ് വിന്നറിൻ്റെ ക്വാളിറ്റി? നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു തരും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കള്ളം പറയത്തില്ല, കള്ളം പറയാത്ത ആളാട്ടോ. അപ്പം നമ്മളതൊക്കെ മനസ്സിലാക്കണം. കള്ളം എന്ന് പറഞ്ഞാൽ എന്താണെന്നും കൂടി നമ്മുടെ അനുമോൾക്ക് അറിയില്ല. അനുമോൾ പറയുന്നത് ചെറിയ കള്ളത്തരങ്ങളൊക്കെ വീട്ടിൽ പറയും, അതല്ലാതെ ഞാൻ അങ്ങനെ വലിയ കള്ളത്തരങ്ങളൊന്നും ഒരു കള്ളത്തരം പറഞ്ഞിട്ടില്ല. ഈ ബിഗ് ബോസ് പരിപാടി വന്നിട്ട് ഒന്നും തന്നെ കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പം ഇങ്ങനെയൊന്നും ഇത്രയും നല്ല സ്വഭാവ ഗുണമുള്ള ഇതിനകത്ത് ഏത് അനുമോളുടെ സ്വഭാവത്തിനാണ് ഞാൻ കുശുമ്പ് വെക്കേണ്ടത്, ഞാൻ അസൂയപ്പെടേണ്ടത്? അതൊന്നും എനിക്ക് പറഞ്ഞു തന്നാൽ കൊള്ളാം.